ആ ചെറുമീനാട്ടോ, ചെറുമീനാട്ടോ. അടിച്ചടിച്ചടിച്ച് അടിച്ചടാ മോനെ. നല്ല മീനാണല്ലോ. അടിപൊളി റൈഡ്. അമ്പടാ പായലുള്ളതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് കയറി. നല്ല മീനാട്ടോ, സൈസുള്ള മീനത്. ആ ചെറുമീനാട്ടോ, ചെറുമീനാട്ടോ. അമ്പടാ ചെറുമീനാണേ. ഇതുണ്ടോ, സൈസ് മീനാട്ടോ, അടിപൊളി. ഇപ്പോൾ ഇട്ടില്ലെങ്കിൽ പണിയാവും. അമ്പട സൈസാട്ടോ, അടിപൊളി. കിടിലൻ ചെറുമീൻ. അമ്പട ഓ സൂമ്പട സൂപ്പർ സാധനം. എൻ്റെ ഗ്രിപ്പർ. ഓ ഇതൊരു 2 കിലോ എടുത്തുണ്ട് കേട്ടോ. ഇത് കണ്ടോ മച്ചാമര, ഇത് കണ്ടോ. ഗ്രിപ്പർ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവൻ്റെ ആ പിടക്കല്ലേ ആ ഹുക്ക് ഊരിപ്പോയി. ഹുക്ക് ഊരിയിട്ട് ആ ഹുക്ക് ഗ്രിപ്പറെ വന്ന് കയറിയിരിക്കുക. ഇതുണ്ടോ, കാണിച്ചു തരാം. ഇതുണ്ടോ, അവൻ്റെ വായിൽ നിന്ന് ഹുക്ക് ഊരിയിട്ട് ഗ്രിപ്പറെ വന്ന് ഹുക്ക് കയറി കിടക്കും. അതെ എൻ്റെ പോലെ. അല്ലെങ്കിൽ ആ പിടക്കലിൻ്റെ സാധനമൊക്കെ പോയേനെ. കണ്ടോ, ആ ഗ്രിപ്പറയിലാണ് വന്നിരുന്നത്. അല്ലെങ്കിൽ സാധനം വെള്ളത്തിൽ പോയേനെ. കിടിലൻ സാധനം. അടിപൊളി. നമ്മൾ എൻ്റെ അമ്മോ, എടാ ഒന്ന് അടങ്ങി നിൽക്കണ പോയി. നമ്മളെ ഫ്രോഗിൻ്റെ അവസ്ഥ, ഫ്രോഗ് തിരിഞ്ഞു പോയി, മറിഞ്ഞു പോയി. അതായത് പുറം ഭാഗം അകത്ത് വന്നു. ഇതുണ്ടോ, ഫ്രോഗ് നേരെ മറിഞ്ഞു പോയി, മലക്കം മറിഞ്ഞു. കേട്ടോ, മറിഞ്ഞു കിടക്കും ഫ്രോഗ്. ഒരൊറ്റ ഗ്രിപ്പ് വായിക്കാത്ത തീർച്ച. ഇത് 2 കിലോ പ്ലസ് ഉണ്ട് അല്ലേ? 2 കിലോ പ്ലസ് ഉണ്ട്. 2.5 കിലോ ആണ്. കേട്ടോ, ഹൈറ്റ് ഒക്കെ അല്ലേ? സൂപ്പർ. അവൻ ആ പെടക്കല് സംഭവം ഊരി പോകേണ്ടതായിരുന്നു, അത് താഴെ പോകേണ്ടതായിരുന്നു. ഗ്രിപ്പറും അതേപോലെ ഹുക്ക് ഗ്രിപ്പറെ കിടന്നുകൊണ്ടാണ് സംഭവം. പെട്ടെന്നുള്ള അടിയായിരുന്നു കേട്ടോ. എന്നെ പെടക്കല പഠിച്ചോണ്ടിരുന്നത് അറിയോ? ഗ്രിപ്പറിൽ പോയി ഹുക്ക് കയറിയില്ലേ? ആ ഹുക്ക് ഗ്രിപ്പറെ കയറി കിടക്കുമായിരുന്നു. ഗ്രിപ്പർ വായിന്ന് ഊരി പോയിരുന്നെങ്കിൽ പെടച്ച് വെള്ളത്തിൽ പോയനെ. എന്തോ ഭാഗ്യം. സൗണ്ട് ഒന്നും കേട്ടില്ല അടിക്കുന്നത്. ഫ്രോഗ് തിരിഞ്ഞു. ഫ്രോഗ് ഇതുണ്ടോ, മലക്കം പറഞ്ഞു. അതെ അതെ. അപ്പൊ പിന്നെ ഹുക്ക് താഴോട്ട് പോയിണ്ടാവല്ലേ? നേരെ തിരിഞ്ഞു പോയി. അത് പുറം ഭാഗം അകത്തായി പോയി. നേരെ മലക്കം പറഞ്ഞത്. നല്ല അടിയായിരുന്നു. 2 കിലോ പ്ലസ് ഉണ്ട്. 2.5 കിലോ ഉണ്ടാവും തോന്നുന്നു. 2.5 കിലോ.
ഈ നെറ്റിൽ എത്ര മീൻ കയറിയില്ലേ. ഭയങ്കര ഊരാട്ടോ ഇതിന്. ഇവൻ അവിടെ കിടന്നുള്ള പെടയുണ്ടല്ലോ, ഫൈറ്റ് അടിപൊളിയാണ്. കിടന്ന ഫൈറ്റ് പായലുള്ളതുകൊണ്ട് വലിയ ഫൈറ്റ് ചെയ്തില്ല. എന്നാലും എനിക്ക് മനസ്സിലായി ഇത് നല്ലോണം വലിച്ചോണ്ട് പോയിരുന്നു കേട്ടോ. ഡ്രാഗ് ലൂസായി പോവായിരുന്നു. ഹെവിയാണെന്ന് മനസ്സിലായില്ലേ? ഹെവിയാണെന്ന് മനസ്സിലായി എനിക്ക്. നോക്കണം, ഞാൻ പോയിട്ടില്ല നോക്കണം. നല്ല സൈസ് മീനാണല്ലോ. വരാല സൈസ് വരാല കേട്ടോ. അടിപൊളി, നല്ല വരാല കേട്ടോ. ഒരു 1/2 കിലോ സൈസ് കാണും. കൊള്ളാം. ജിപ്പറന്തി ഇതുണ്ടോ, ഒരു 1/2 കിലോ ഉണ്ടോ കേട്ടോ. കുഴപ്പമില്ല. ഉണ്ടോ, ഫ്രോഗ് ഇരിക്കുന്നല്ലോ, നല്ല ഉക്കപ്പായിട്ടുണ്ട്. കുഴപ്പമില്ല, സൈസ് വരാല. അടിപൊളി. ഓക്കെ, വലക്കറ്റാം. ഉണ്ടോ, വലുതാണോ? വലുതാണോ? ഇത് കുഴപ്പമില്ല. 1 കിലോ ഉണ്ടാവും. 1.5 കിലോ ഉണ്ടാവും. ഉള്ളത് സാധനം ഉണ്ടല്ലേ. നല്ല സ്പോട്ടിനാണല്ലോ വന്നത്. നല്ല സ്പോട്ടല്ലേ? നല്ല സ്പോട്ടാ. ഇങ്ങോട്ട് വന്നിട്ടില്ല. അവര് പറഞ്ഞോട് ഇങ്ങോട്ട്. ചേച്ചി നല്ല നോക്കപ്പാട്ടോ. സമയം കൂടി നല്ല കളി കളിച്ചു. ഇതിൻ്റെ കൂടി അടിപിടിക്ക് കൊണ്ടുപോയി നല്ലോണം തറച്ച് കയറി. അതുകൊണ്ടത് പോവാൻ ഇവിടെയൊക്കെ വന്ന് പായലും ഇത്രയും പായലും കയറ്റിട്ട് വന്ന്. ഇത് കുടിക്കണം, അങ്ങനെ കുടിക്കണോ? അടിപൊളി. കൊള്ളാം. ഈ ഫ്രോഗിൽ ആദ്യത്തെ കയറി ഡെക്കാത്തിലുള്ള നല്ല ഫ്രോഗാണ് സാധനം. അത് ഒരു 1.5 കിലോ ഉണ്ട് കേട്ടോ. 1.5 കിലോ അടുത്തുണ്ട് എന്തായാലും. കുഴപ്പമില്ല. കൊള്ളാം. വളർത്തിട്ടോ. അവിടെ അല്ലേ പറഞ്ഞേ? അവിടെ സ്ഥലം വിട്ട് കാണും. അവിടുന്ന് പോയി കാണും. ഇന്നലെ അല്ല അനക്കെങ്കിലും കാണണ്ടല്ലേ. ഞാനാ സ്പീഡിങ് വലിച്ചു പോരുമായിരുന്നു. പ്രതീക്ഷിച്ചില്ല. അവിടെ ഉണ്ട്. അടിപൊളി. അല്ലല്ല വരാല.
ആ അതിൻ്റെ കാരണം ചെറിയ സ്ട്രൈക്ക് ആയിരുന്നല്ലോ. കണ്ടായിരുന്നു, നൈസായിട്ട് അവൻ എടുത്തോണ്ട് പോയത്. ആ സൈസുള്ള മീന. നല്ല ഹുക്കപ്പ കേട്ടോ. ഹുക്കപ്പ് സിംഗിളാണ് കയറിയിരിക്കുന്നത്, പക്ഷെ നല്ല ഹുക്കപ്പ. 1/2 കിലോ ഉണ്ട് കണ്ടോ. നാടനാ കേട്ടോ, മഞ്ഞ നാടൻ വരാല കണ്ടോ. സിംഗിൾ ഹുക്കാണ് കയറിയിരിക്കുന്നത്. അടിപൊളി കൊള്ളാം, നല്ല വരാല. 1/2 കിലോ എന്തായാലും ഉണ്ട്, കുഴപ്പമില്ല. ഓക്കെ ഉണ്ടോ. അതെനിക്ക് സംശയമായിരുന്നു, ഇവൻ എടുത്തോന്നൊരു സംശയം. പിന്നെ ബ്രൈഡ് വലിയുന്ന കണ്ടോട്ടെ പിന്നെ ഹുക്കപ്പ് കൊടുത്ത്. നൈസായിട്ട് എടുത്തോണ്ട്